കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം അതിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം അതിന്റെ 6 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം, അടുത്ത ഭാഗം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്, to give the light of the knowledge of the glory of God in the face of Jesus Christ. ഞാൻ അതിനെ ഒറ്റ വാക്കിൽ പറയാം. ആമേൻ. Knowledge of the glory of God. We should see the glory of God and we should have the knowledge of the glory of God. നമുക്ക് ദൈവത്തിന്റെ തേജസ്സിനെ കാണുവാൻ കഴിയണം. 2, ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? അറിവുണ്ടായിരിക്കണം. ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അത് സാവകാശം കടന്നു വരാം. വീണ്ടും 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 കൊരിന്ത്യർ 3:18, 2 കൊരിന്ത്യർ 3:18 നാം മുമ്പേ വായിച്ച വേദഭാഗം തന്നെയാണ്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ തേജസ്സിനെ എന്ത് ചെയ്യണം? പ്രാപിക്കണം. വി ഷുഡ് റിസീവ് ദ ഗ്ലോറി. കാണണം, അറിയണം, പ്രാപിക്കണം. ആമേൻ. എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, കാണണം, അറിയണം, പ്രാപിക്കണം. കണ്ടാലും പോരാ, അറിഞ്ഞാലും പോരാ, പ്രാപിച്ചാലും പോരാ. ഇതേ വാക്യത്തിൽ പറയുകയാണ്, നാം എല്ലാവരും കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കണം. ഞാനതിന് കുറച്ചും കൂടെ സിമ്പിളായ ഒരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം. റോമാലേഖനം 9-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മെ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ Lord wants to manifest his glory through us. ദൈവത്തിന്റെ തേജസ്സിന്റെ the richness of his glory, ദൈവത്തിന്റെ തേജസ്സിനെ ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ആമേൻ. യഹൂദരെന്താ ആഗ്രഹിച്ചത്? ദൈവത്തിന്റെ തേജസ്സിന്റെ മുകളിൽ മൂടുപടമിടണം. തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കരുത്. ഇതാണ് പിശാചിന് ആഗ്രഹം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? തേജസ്സിനെ കാണിക്കണം, തേജസ്സിനെ കുറിച്ച് പഠിപ്പിക്കണം, ആ തേജസ്സിനെ നമുക്ക് നൽകണം. 4, ഈ തേജസ്സിനെ നമ്മളിൽ കൂടെ ലോകത്തിന് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്നത് the Lord want to manifest his glory through you. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൃപയുടെ അത്യന്തധനം വരുംകാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. ഞാനതിനെ ഒരു ട്രാൻസ്ലേഷനിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പാഷൻ ട്രാൻസ്ലേഷനിൽ, throughout the coming ages we will be the visible display of the infinite riches of his grace and kindness which was showered upon us in Jesus Christ. ഞാൻ അതിലെ ഒരൊറ്റ വാക്യം മാത്രം പറയാം. We will be the visible display. We will be the visible display. ആമേൻ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം the Passion Translation ഇങ്ങനെയാണ് പറയുന്നത്, we will be the visible display of his rich infinite riches of his grace and mercy. അവന്റെ കരുണയുടെ, അവന്റെ മനസ്സലിവിന്റെ അളവില്ലാത്ത ആ ധനത്തെ ദൈവത്തിന് വെളിപ്പെടുത്താനുള്ള വിസിബിൾ ഡിസ്പ്ലേ ആണ് ഞാനും നിങ്ങളോ. എന്ന് പറഞ്ഞാൽ, ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ അപ്പുറത്ത് നിന്ന് പിശാചുക്കൾ പറയണോ, ദോണ്ട് ദൈവത്തിന്റെ മഹത്വം പോകുന്നു, ദോണ്ട് ദൈവത്തിന്റെ ഗ്ലോറി പോകുന്നു, ദോണ്ട് ദൈവത്തിന്റെ ഗ്ലോറി പോകുന്നു, അതാണ് ദൈവത്തിന്റെ ഗ്ലോറി, ഇങ്ങനെ ഇരിക്കും ദൈവത്തിന്റെ ഗ്ലോറി. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ,
ദൈവത്തിന്റെ മഹത്വ. അബ്രഹാം മമ്രയുടെ തോപ്പിൽ പാർക്കുമ്പോൾ സമീപത്തുള്ള ഹിത്യർ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ് എന്ന് പറഞ്ഞാൽ രാജാതി രാജാവായി ഇരിക്കുന്ന, ചക്രവർത്തിയായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രിൻസ് ആയിട്ടാണ് നീ ഇവിടെ താമസിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ പ്രഭുവായി നിൽക്കുവാൻ കഴിയുമെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു പ്രഭുവായിട്ടല്ല, പകരം we are the visible display of the glory of God. ദൈവത്തിന്റെ തേജസ്സിനെ നമ്മളിൽ കൂടെ പ്രദർശിപ്പിക്കണോ. അബലകടനിയ റമശാർഥാനിയ അർഥേനി കലപ്രവശ് അർഥേനിയ. ആമേൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്ന് ഒരു വാക്യം വായിച്ചിട്ട് ടൈപ്സ് ഓഫ് ഗ്ലോറിയിലേക്ക് ഞാൻ കയറുകയാണ്. ഇനിയും തുടങ്ങിയാണ് ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ച് ആക്റ്റീവായിട്ടിരിക്കേണ്ടത്. ആമേൻ. ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് ആക്റ്റീവായിട്ടിരിക്കണം. ഇനിയുള്ള ഭാഗങ്ങൾ ഈ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം, ദൈവം ലോക സൃഷ്ടിക്കും മുൻപേ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 1 കൊരിന്ത്യർ 2:7, ദൈവം ലോക സൃഷ്ടിക്കും മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാന, the wisdom of God, the hidden wisdom of God which God ordained before the world unto our glory. ദൈവത്തിന്റെ ബുദ്ധി മുഴുവനും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ. നമ്മളുടെ മഹത്വത്തിനു വേണ്ടി. സ്തോത്രം. ആമേൻ. നമുക്ക് കുഞ്ഞുനാളിലൊക്കെ സൈക്കിൾ മേടിച്ചു തരും. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ ഇരിക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പം പോലും നമ്മുടെ മൈൻഡിൽ ആഗ്രഹം എന്താണെന്നറിയാം? ഈ സൈക്കിളിന് എന്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് പിടിപ്പിക്കാം, ഈ സൈക്കിളിന് വേറെ ഏത് ബെല്ല് പിടിപ്പിക്കാം, ഇപ്പോൾ ഉള്ള പെയിന്റ് മാറ്റി വേറെ പെയിന്റ് അടിച്ചാൽ എങ്ങനെയിരിക്കും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ കമ്പി വെച്ചിട്ട്, പിന്നെ കൊടി വെക്കും, പിന്നെ റിമ്മിനകത്ത് മുത്തിടും. ഇപ്പം രാത്രി മൊത്തം ഇവിടെ ഇരിക്കുന്ന എൻ്റെയൊക്കെ ഏജിലുള്ളവർക്കറിയാം, രാത്രി മുഴുവൻ നമ്മുടെ ചിന്ത എൻ്റെ സൈക്കിളിൽ എന്ത് എക്സ്ട്രാ ഫിറ്റിങ് പിടിപ്പിക്കാം. ബുദ്ധി മുഴുവൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാമോ? സൈക്കിൾ ഗ്ലോറിഫൈ ചെയ്യണം. ഇതുപോലെ ദൈവത്തിൻ്റെ ജ്ഞാനം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് എന്തുവാണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ദൈവ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പം ദൈവം 24 hours ചിന്തിക്കുന്നത് എന്തുമാത്രമാ? നമ്മളെ എങ്ങനെ മഹത്വീകരിക്കാം. ആമേൻ. ഞാൻ കടക്കാം. ടൈപ്സ് ഓഫ് ഗ്ലോറി. ദൈവം ഓരോരോ കാലങ്ങളിൽ മഹത്വത്തെ എങ്ങനെ പകർന്നു. നിങ്ങളെല്ലാവരും എന്നോട് പ്രതികരിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നിങ്ങളുടെ വിഷയങ്ങളെ ടച്ച് ചെയ്യുന്നെങ്കിൽ, കൃപ നിങ്ങളുടെ മേൽ തേജസ് നിങ്ങളുടെ മേൽ വീഴുന്നെങ്കിൽ, നിങ്ങൾ ആ തേജസ്സിനെ കയറി പിടിച്ചോണം, ആ ഗ്ലോറിയെ കയറി പിടിച്ചോണം. എൻ്റെ സഹോദരങ്ങളെ, ടൈപ്പ് ഓഫ് ഗ്ലോറി. ഞാൻ ആ ഭാഗത്തിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഗ്ലോറിയെ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്: ടെമ്പിൾ ഗ്ലോറി. ദ ഫസ്റ്റ് ഗ്ലോറി ഈസ് ദ ടെമ്പിൾ ഗ്ലോറി. ഞാൻ ക്രോണിക്കിൾ ബേസിലല്ല, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ പ്രേരണയിലാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഗ്ലോറി ഈസ് ദ ടെമ്പിൾ ഗ്ലോറി. ആലയ മഹത്വം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആലയ മഹത്വം. ദൈവം തൻ്റെ ആലയത്തിൽ എന്ത് ചെയ്തിരുന്നു? മഹത്വത്തെ നൽകിയിരുന്നു. ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹാബിറ്റേഷൻ. ഈ ഹാബിറ്റേഷനകത്താണ് ദൈവം ഗ്ലോറിയെ റിലീസ് ചെയ്യുന്നത്. ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, സ്വർഗത്തിൽ ദൈവം തൻ്റെ ഗ്ലോറി കൊടുത്തു. കാരണം സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ഭൂമിയിൽ ദൈവം മനുഷ്യൻ്റെ മേൽ ഗ്ലോറി റിലീസ് ചെയ്യുന്നു, കാരണം മനുഷ്യനിലാണ് ദൈവം വസിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടക്കാലത്ത്, യഹൂദ്യ ന്യായപ്രമാണ കാലത്ത് ദൈവം വസിച്ചിരുന്നത് എവിടെയാണെന്നറിയാമോ? യഹൂദൻ്റെ ദൈവാലയത്തിലാണ്. പുറപ്പാട് 25:8 വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്ക് ഒരു ആലയം ഉണ്ടാക്കണം. അപ്പം ദൈവം തൻ്റെ ജനം തനിക്ക് വേണ്ടി ഒരുക്കുന്നതായ ഒരു ടെമ്പിളിനകത്ത്, ഒരു ഹൗസിനകത്ത്,
ഒരു സാങ്ച്വറിക്കകത്തായിരുന്നു ദൈവം വസിക്കുന്നത്. അപ്പോൾ ആ സാങ്ച്വറിയിലേക്ക് ദൈവം എന്ത് ചെയ്യും? തൻ്റെ ഗ്ലോറിയെ ഇമ്പാർട്ട് ചെയ്യുമായിരുന്നു. എന്താണ് ഈ ആലയ മഹത്വത്തിൻ്റെ പ്രത്യേകത? ഒരു മനുഷ്യനിൽ ദൈവം തൻ്റെ ആലയ മഹത്വത്തെ നൽകുക. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ആകുന്നുവെന്നും അറിയുന്നില്ലയോ? നമ്മുടെ മേൽ ദൈവം തൻ്റെ മഹത്വത്തെ പകരോ ഒരു കണ്ടീഷൻ ഉണ്ട്, ദ ടെമ്പിൾ ഗ്ലോറി. നമ്മൾ ദൈവത്തിൻ്റെ ടെമ്പിൾ ആയാൽ ദൈവം നമ്മുടെ മേൽ ഒരു ടെമ്പിൾ ഗ്ലോറി നൽകുക, എ ഗ്ലോറി ഓഫ് സാങ്ച്വറി. എന്താണ് സാങ്ച്വറി ഗ്ലോറിയുടെ പ്രത്യേകത? എൻ്റെ സഹോദരങ്ങളെ, ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ആലയ മഹത്വം, ടെമ്പിൾ ഗ്ലോറി. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദ ഗ്ലോറി ഓഫ് ദിസ് ലാറ്റർ ഹൗസ്. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകാം. അപ്പോൾ ദൈവം ഇവിടെ ഒരിടത്ത് ഒന്നിന് മഹത്വത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആമേൻ. ഞാൻ അതിൽ നിന്ന് ഒന്ന് പറയട്ടെ. ആരംഭത്തിങ്കൽ നമ്മൾ വായിച്ചു, തേജസ്സിൻ്റെ മേൽ തേജസ് വ്യാപരിക്കുന്നു. അപ്പോൾ ഗ്ലോറി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആലയത്തെ നോക്കിയിട്ട് പറയുകയാണ്, ആലയത്തിൻ്റെ ഗ്ലോറി, ഈ ആലയത്തിൻ്റെ പിൽക്കാല മഹത്വം ആരംഭകാല മഹത്വത്തെക്കാട്ടിലോ വലുതായിരിക്കും. എന്താണ് ആലയ മഹത്വം? ആലയ മഹത്വം എന്ന് പറയുന്നത് ഒരു പ്രൊഫറ്റിക്കൽ റലമാണ് അതിനകത്ത് കാണുവാൻ കഴിയുന്നത്. അതിനായി ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സ്തോത്ര, ആലയത്തിൻ്റെ പ്രതിഷ്ഠ അവിടെ സംഭവിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുകയാണ്. ആലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ ആരംഭത്തിങ്കൽ ലേവ്യ പൗരോഹിത്യ നിയമപ്രകാരം അവിടെ ആരാധന നടക്കുകയാണ്. ആലയത്തിൽ ഇപ്പോൾ ആരാണ് ശുശ്രൂഷിക്കുന്നത്? ന്യായപ്രമാണ പ്രകാരമുള്ള ലേവ്യൻ ശുശ്രൂഷിക്കുകയാണ്. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവാലയം സൃഷ്ടിച്ചു, ദൈവാലയം പണിതു, ദൈവാലയം പ്രതിഷ്ഠിച്ചിട്ട് ഇപ്പൊ ദൈവാലയത്തിൽ ഇപ്പോൾ ആരാണ് ശുശ്രൂഷിക്കുന്നത്? ലേവ്യ ന്യായപ്രമാണ നിയമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം അവിടെ കയറി ശുശ്രൂഷിക്കുകയാണ്. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചോ. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 14-ാം വാക്യം, യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്ത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ, സ്തോത്ര, ആലയത്തിനൊരു ലെവൽ, ആമേൻ, ആലയത്തിനൊരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനകത്ത് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ എന്നാൽ കൊരിന്ത്യലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം തുടങ്ങി 9-ാം വാക്യം വരെ വായിക്കുമ്പോൾ 3 ശുശ്രൂഷയാണ് പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ. 1 അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്, 2 അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണ്, 3 അത് ശിക്ഷയുടെ ശുശ്രൂഷയാണ്. അക്ഷരത്തിൻ്റെ, മരണത്തിൻ്റെ, ശിക്ഷയുടെ. എന്നാൽ ഈ അക്ഷരത്തിൽ കൊത്തിയ ശുശ്രൂഷ മാറ്റി ആത്മാവിൻ്റെ ശുശ്രൂഷയോ, ഞാൻ അതിനെ പറയുകയാണ്, മരണത്തിൻ്റെ ശുശ്രൂഷ മാറ്റി ജീവന്റെ ശുശ്രൂഷയോ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ മാറ്റി നീതിയുടെ ശുശ്രൂഷയും യേശു കൊണ്ടുവന്നോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതൊന്ന് അറിയുവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ ആലയം പണിതിട്ടിപ്പോൾ ഈ ആലയത്തിനകത്ത് നടക്കുന്ന ശുശ്രൂഷ ഏതാണെന്നറിയാമോ? അക്ഷരത്തിൻ്റെയോ മരണത്തിൻ്റെയോ ശിക്ഷാവിധിയുടെയോ. പുരോഹിതൻ്റെ അടുക്കൽ ഒരു യാഗവസ്തു വന്നാൽ പുരോഹിതൻ അതിനെ അളന്ന് മുറിച്ച് അതിൻ്റെ ചെവി പിടിച്ച്, കണ്ണു പിടിച്ച്, മൂക്ക് പിടിച്ച്, രോമം പിടിച്ച് തടവി, കാലിൻ്റെ നീളം നോക്കി, വാലിൻ്റെ നീളം നോക്കി, കുളമ്പിനെ നോക്കി, എവിടെയൊക്കെ കുറ്റം കണ്ടുപിടിക്കാമോ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു, സ്തോത്ര, ഈ ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷ. ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷ കുറ്റവിധിയുടെ ശുശ്രൂഷയായിരുന്നു. മാത്രമല്ല, എപ്പോഴും ഈ ആലയത്തിൻ്റെ വാതിൽക്കൽ കേൾക്കുന്ന കരച്ചിൽ എന്താണെന്നറിയാമോ? ആടുകൾ, കാളക്കൂറ്റന്മാർ, കോലാട്ടുകൊറ്റന്മാർ,
ആട്ടുകൊറ്റന്മാർ, പശുക്കിടാങ്ങൾ ഇവയൊക്കെ അറുക്കപ്പെടുമ്പോൾ കരച്ചിലിൻ്റെ, വേദനയുടെ, മരണത്തിൻ്റെ നിലവിളിയായിരുന്നു അവിടെ കേട്ടോണ്ടിരുന്നത്. ഇനി പുരോഹിതന്മാർ പോലും പേടിച്ചാ കയറിയത്. എപ്പോഴാ മരിക്കുന്നതെന്നറിയത്തില്ല. അക്ഷരത്തിൽ കൊത്തിയ സിസ്റ്റമാറ്റിക് ശുശ്രൂഷകൾ, മരണത്തിൻ്റെ ശുശ്രൂഷകൾ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷകൾ അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തേജസ് ദൈവാലയത്തിലേക്ക് നിറഞ്ഞപ്പോൾ ഈ ശിക്ഷാവിധിയുടെ ശുശ്രൂഷകന്മാർക്ക്, ആമേൻ, ആടിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നിന്ന ശുശ്രൂഷകന്മാർക്ക് ചെവിയുടെ നീളക്കുറവ്, കണ്ണിൻ്റെ മങ്ങലോ, കാലിൻ്റെ നീളക്കുറവോ കുറ്റം കണ്ടുപിടിക്കാൻ നിന്ന പുരോഹിതന്മാർക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ആ പുരോഹിതന്മാർ പുറകോട്ട് മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഒരു പൗരോഹിത്യത്തിന് ബന്ധിച്ചിടാൻ കഴിയത്തില്ല. ആലയത്തിൽ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുരോഹിതൻ അതിന്റെ മേളിൽ കയറി നിൽക്കാൻ കഴിയത്തില്ല. അൽബ പ്രവാചിയ, അർത്ഥന കട്ടാനിയ, അർത്ഥന പ്രവശ്യത്തനാദിയ. കുറ്റം കണ്ടുപിടിക്കുന്ന പുരോഹിതന്, വിമർശിക്കുന്ന പുരോഹിതന്, തള്ളിക്കളയുന്ന പുരോഹിതന്, വഴിമാറിപ്പോകുന്ന പുരോഹിതന് ഇപ്പോൾ ആ ദൈവാലയത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. എന്താ പുരോഹിത നിൽക്കാഞ്ഞത്? പുരോഹിതൻ പറയാ, ഞങ്ങളെ നിർത്താത്ത ഒരു ദൈവത്തിന്റെ തേജസ്, ഞങ്ങളെ നിർത്താത്ത ഒരു ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ നിനക്കെതിരെയുള്ള സകല സിസ്റ്റമാറ്റിക് പോരുകളെയോ പൊളിച്ചു കളയുന്ന ഒരു ദൈവത്തിന്റെ ഗ്ലോറി. അർദ്ധന പ്രവാചന, അർദ്ധന പ്രബല ഘടക സന്തരാദിയ. പരിശുദ്ധമേ, അവർ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ ദൈവം ഒരു കാര്യം അവിടെ പ്രൊഫസൈ ചെയ്യുകയായിരുന്നു. നാളെ ലേവ്യ പുരോഹിതന്മാർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടാകും. ഇതിൻ്റെ ഗ്ലോറിയെ ഞാൻ മാറ്റാം, എൻ്റെ ടെമ്പിളിൻ്റെ ഗ്ലോറിയെ ഞാൻ മാറ്റാം. പിന്നെ പൗരോഹിത്യ അധികാരമോ, കിഴക്കിൻ്റെ പൗരോഹിത്യ അധികാരമോ, റോമിൻ്റെ പൗരോഹിത്യ അധികാരമോ, ഒരു പൗരോഹിത്യ അധികാരവും ഇവൻ്റെ മേൽ അധികാരം പുലർത്താതെ ഞാൻ അവനെ ഒരു ദൈവാലയമായി, ഞാൻ അവനെ ഒരു രാജകീയ പുരോഹിത വർഗമായി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പുരോഹിതനോ, ഒരു മധ്യസ്ഥനോ, ഒരു പുണ്യാളനോ അവന്റെ മേൽ അവകാശം പറയാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാല പൗരോഹിത്യൻ അധികാരങ്ങളെ പൊട്ടിച്ചു കളയുന്ന പൗരോഹിത്യ ബന്ധനങ്ങളെ അബല പ്രവാചിയ പ്രഭാരിയ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ, ഒരു നേർച്ച ശക്തിക്കോ, ഒരു വെച്ചാരാധനയ്ക്കോ, ഒരു ന്യായ പ്രമാണത്തിന്റെ മരണ ശുശ്രൂഷയ്ക്ക്, ശിക്ഷാവിധിക്ക് നിന്റെ മേൽ ലഗരഗട ഗജരാദിയ റാൽബര പ്രഭാരിയ റബബബ റബബബ റാലലല 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 അർദ്ധനഗട ഗാരിഗട അടലമന ജാരിഗടി ഗദര പ്രഭാഷി വർദ്ധോലഭ പ്രഭാജിയ അർദ്ധന ജലാധര അർദ്ധനപര ഘടനാരിയ അർദ്ധനെ. യഹോവയുടെ ആലയത്തിൽ ഒരു മേഘം നിറയുകയാ. അലഘടകര ഘടക സംധരാദിയ മേഘ അപപ്രഭാനിയ, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാ. അപരപ്രഭാനിയ, മേഘം ഘനമുള്ള സാധനമാ. മേഘ അത് ട്രാൻസ്ഫോം ചെയ്താൽ മഴയായി മാറ്റപ്പെടാം. അപരപ്രഭാനിയ, നിന്നെ നനയ്ക്കാനുള്ള ഒരു ഗ്ലോറി, നിന്നെ നീരോട്ടമുള്ളതാക്കാനുള്ള ഒരു ഗ്ലോറി ഇന്ന് പകൽ the temple glory is releasing, the temple glory is imparting, the temple glory is imparting. ആലയ മഹത്വം ഇതിനകത്ത് ഇമ്പാർട്ട് ചെയ്യുന്നു. ആലയ മഹത്വം ഇതിനകത്ത് ഇമ്പാർട്ട് ചെയ്യുന്നു. ഒരു പൗരോഹിത്യ ശക്തി നിന്നെ പിടിച്ചു നിർത്തത്തില്ല. മേഘം നിറഞ്ഞിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ
ആമേൻ. ഇത് വേറെ ഒരു പ്രൊഫസിയാണ്. എന്താണെന്നറിയാമോ? യേശുവിനെ പിടിക്കാൻ ലേവ്യ പൗരോഹിത്യത്തിന്റെ മതമേലധികാരികൾ, ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും കൂട്ടുകെട്ടുകൾ കാത്തു നിൽക്കുമ്പോൾ, ഒലിവ് മലയിൽ നിന്ന് യേശു കയറി പോകുമ്പോൾ ഒരു മേഘം വന്നവനെ മൂടി. അവരുടെ കാഴ്ചയ്ക്ക് അവൻ മറഞ്ഞോ. കയ്യഫാവേ, നിനക്ക് തൊടാൻ കിട്ടത്തില്ല എന്റെ മഹാപുരോഹിതനെ. ഹന്നാവേ, നിനക്ക് കാണാൻ കിട്ടത്തില്ല എന്റെ മഹാപുരോഹിതനെ. The glory, the cloud glory, the cloud glory lifted him. ഞാൻ മുമ്പോട്ട് പോവുകയാ. ദൈവാലയത്തിൽ മഹത്വം രണ്ട് തലത്തിലാണ് നിറഞ്ഞത്. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവാലയത്തിൽ മഹത്വം രണ്ട് തലത്തിലാണ് നിറഞ്ഞത്. ഒന്നാമത് ദൈവാലയത്തിൽ നിറഞ്ഞത് ക്ലൗഡായിട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവാലയത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം സ്തോത്ര 15-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 15-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിൻ്റെ ശക്തിയും തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയ പുക കൊണ്ട് നിറഞ്ഞോ. ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞോ. ആമേ. പഴയ നിയമത്തിൽ ക്ലൗഡ് ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ പുകയായിരുന്നു. പഴയ നിയമത്തിൽ വെള്ളത്തിന്റെ സാധ്യതയായ ആമേൻ രാഖലബാനിയ ക്ലൗഡ് ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ തീയുടെ സാധ്യതയായ പുക കൊണ്ട് ദൈവത്തിന്റെ ആലയം നിറഞ്ഞോ. എന്നിട്ട് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 7 ദൂതന്മാരുടെ ബാധ കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഗ്ലോറി, ദ ടെമ്പിൾ ഗ്ലോറി നിന്റെ മേൽ റിലീസായി കഴിഞ്ഞാൽ നിന്റെ അകത്തേക്ക് ഒരുത്തനും കടക്കാൻ കഴിയത്തില്ല. ദ ടെമ്പിൾ ഗ്ലോറി, ഒരുത്തനും നിന്റെ അകത്തേക്ക് കടക്കാൻ കഴിയത്തില്ല. The temple glory, hey Lord, നിന്റെ അതിരിനകത്തിന് ആരും കടക്കത്തില്ലെന്നേ. ഒരു ഭൂതവും കടക്കത്തില്ല, ഒരു പിശാചും കടക്കത്തില്ല, ഒരു മനുഷ്യനും കടക്കത്തില്ല, ഒരു സംഹാരകനും കടക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്ന സമയങ്ങളാ. ദ ടെമ്പിൾ ഗ്ലോറി, യഹോവയുടെ തേജസ് പുക പോലെ ആലയത്തിൽ നിറഞ്ഞോ. ആർക്കും അതിനകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ചില കുടുംബ ജീവിതങ്ങളിൽ ടെമ്പിൾ ഗ്ലോറി റിലീസ് ആവുകയാണ്. ചില കുടുംബ ജീവിതങ്ങളിൽ ടെമ്പിൾ ഗ്ലോറി റിലീസ് ആവുകയാണ്. കുടുംബ ജീവിതത്തിനകത്ത് ഡിസ്റ്റർബൻസ് ആയി കയറുന്ന ചില സംഗതികൾ ഇനിമേൽ അതിനകത്ത് കയറത്തില്ല. നിസ്സാരൻ ഇനി നിന്നിൽ കൂടി കടക്കത്തില്ല. അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായി ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. Today in this morning, oh Labhaprabhani, the temple of God is being filled with the might and the glory of God. Oh, ഒരു പാതയും ഇനി കടക്കത്തില്ലെന്ന്, ഒരു പാതയും ഇനി കടക്കത്തില്ലെന്ന്, ഒരു പോരാട്ടവും ഇനി കടക്കത്തില്ലെന്ന്. The temple was filled with the smoke from the glory of God. ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് ഒരു പുക വരികയാ. ലസിയ റമഹസിയ റാസിയ ടാനിയ ടാനിയ നീല കത്തോലിയ. നിന്റെ അകത്തേക്ക് ഇനി ഒരുത്തനും കയറാൻ കഴിയത്തില്ല. ദൈവം ചില എൻട്രൻസുകളെ ബ്ലോക്ക് ചെയ്യുക. എനക്കെതിരായി നിൽക്കുന്ന എൻട്രൻസുകളെ ബ്ലോക്ക് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഒരു ഗ്ലോറി, a temple glory is releasing fire. Oh, thank you Lord for the impartations. 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 Ralla rara sartheri ral kebe kaderani kateni. അകത്തേക്ക് ഇനി ഒരുത്തനും കയറാൻ കഴിയാതെ, അകത്തേക്ക് ഇനി ഒരുത്തനും കയറാൻ കഴിയാതെ. A smoke from the glory of God. Fill.
പരിശുദ്ധാത്മാവ് ഇമ്പാർട്ട് ചെയ്ത് തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഇമ്പാർട്ട് ചെയ്ത് തുടങ്ങുക. A smoke from the glory of God. 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 Fire. A smoke. A smoke from the glory of God. A smoke from the glory of God. A smoke from the glory of God. Filling the soul, filling the body, filling the spirit. A smoke from the glory of God. എന്റെ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്. The temple was filled with a smoke from the glory of God. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്മോക്ക് എവിടെ നിന്നാ വരുന്നേ? സ്മോക്ക് എവിടെ നിന്നാ വരുന്നേ? ഫയറിനകത്തുനിന്ന്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് 15:8 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. The temple filled with the smoke from the glory of God. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഒരു തീ പോലെ Sararara katimi natana wartala chatili kotali was fire. Oh fire. 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 Albarasia Cartania. The temple glory. 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 Temple glory. The 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 temple glory. Alaya Mahatvam. There. Fire. Fire. Touch. Fill. The smoke, the smoke, the smoke, the smoke from the glory of God. The smoke from the glory of God. Thank you, Holy Spirit. ആർക്കും കടക്കാൻ കഴിയത്തില്ലെന്ന്. None can enter. ആർക്കും കടക്കാൻ കഴിയത്തില്ല. ഒരു കൊടി കെട്ടിയ സൈന്യത്തിന് കടക്കാൻ കഴിയത്തില്ല.
ഒരു കുതിര കെട്ടിയ രഥത്തിനും കടക്കാൻ കഴിയത്തില്ല. ഒരു ദേശാധിപതിക്കും കടക്കാൻ കഴിയത്തില്ല. ഒരു പൊളിറ്റിക്കൽ പവറിനും കടക്കാൻ കഴിയത്തില്ല. The temple is being filled with the smoke from the glory of God. The fire producing the smoke. ഇതാ ദൈവത്തിന്റെ ദാസിയെ നിന്റെ മേൽ ആ fire. Oh, touch. Smoke from the glory of God. നിന്റെ മേൽ ഇനി ഒരുത്തനും കൈ കടത്തത്തില്ല. നിന്റെ വിഷയത്തിൽ ഒരുത്തനും ഇനിയും കയറി ഇടപെടത്തില്ല. ഒരു വാക്കുപോലും ഇനി അതിനകത്ത് വേറൊരുത്തന്റെ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. The temple glory. The temple glory is imparting. The temple glory is imparting. Sapravalia Tamania. Roll come up Pravashyarthenia. ഒരു ആറ് തലത്തിൽ ഗ്ലോറി ഇമ്പാർട്ടേഷൻ ഉണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതിനൊത്തവണ്ണം പറഞ്ഞു മുമ്പോട്ട് പോകാം. The first one is the temple glory. പുരോഹിതന് ഇനി അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ആർക്കും അതിനകത്ത് കടപ്പാൻ കഴിയത്തില്ല. The temple glory. The smoke filled the temple. The temple was filled with the smoke from the glory of God. If so, the glory of God is fire here. Jesus. എൻ്റെ സഹോദരങ്ങളെ, ടെമ്പിൾ ഗ്ലോറി ഞാനിവിടെ കട്ട് ഷോട്ട് ചെയ്ത് ഞാൻ അടുത്തതിലേക്ക് കയറുകയാണ്. ഒന്നാമത് പറഞ്ഞത് ടെമ്പിൾ ഗ്ലോറി, അതിന് രണ്ട് ഇമ്പാക്റ്റ്. ഒന്ന് വാട്ടറി ക്ലൗഡ് ആണെങ്കിൽ, രണ്ടാമത്തേത് ഫയറി സ്മോക്കാണ്. ഓ എന്നെ പരിപാടിയാ തമ്പുരാൻ ഈ ചെയ്യുന്നേ. പഴയ നിയമത്തിൽ ദൈവാലയത്തിൽ നിന്ന് നദിയാണ് ഒഴുകുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ തീയാണ് ഇറങ്ങുന്നത്. നദി നനയ്ക്കുന്നതാണെങ്കിൽ തീ വിഴുങ്ങുന്നതാ. The glory, the another level of glory. ഞാൻ അടുത്ത ഗ്ലോറിയിലേക്ക് കയറുകയാണ്. The ark glory. The ark glory. പെട്ടകത്തിന്റെ മഹത്വം. പെട്ടകത്തിന്റെ അല്ല, പെട്ടകത്തിലെ മഹത്വം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വേഗത്തിൽ വരികയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം. യുദ്ധത്തിൽ ഹൊഫ്നിയും ഫീനഹാസും കൊല്ലപ്പെട്ടു. ഏലി പുറകോട്ട് വീണ് മരിച്ചു. വീട്ടിലെ മരുമകൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള പ്രസവ വേദനയിൽ നിൽക്കുകയാണ്. അവൾ അറിഞ്ഞു സംഗതികളെല്ലാം. പക്ഷേ ആ വീട്ടിലെ 3 പുരുഷന്മാരും നെറികെട്ടവരായിരുന്നെങ്കിലും ആ സ്ത്രീ ഒരു നീതിയുള്ളവളായിരുന്നു. അതിന്റെ കാരണം ഞാൻ പറയാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 20-ാം വാക്യം. അവൾ മരിപ്പാറായപ്പോൾ അരികിൽ നിന്ന് സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോയതുകൊണ്ടും അമ്മായപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഗാബോദ് എന്ന് പേര്. ഇവിടെ പറയുകയാണ്,
ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോക കൊണ്ടും അമ്മാവി അപ്പനെയും ഭർത്താവിനെയും ഓർത്തത് കൊണ്ടും. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. അതിന്റെ 22-ാം വാക്യം. മഹത്വം ഇസ്രായേലിന് പോയി ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഭർത്താവ് മരിച്ചിട്ടാണോ പറഞ്ഞത്? അമ്മായിയപ്പൻ മരിച്ചിട്ടാണോ പറഞ്ഞത്? അല്ല. മഹത്വം പോയി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? പെട്ടകം പോയി. അപ്പം മഹത്വം എവിടെയാണ് റെസ്റ്റ് ചെയ്തിരുന്നത്? പെട്ടകത്തിനകത്ത് റെസ്റ്റ് ചെയ്തിരുന്നത്. ഇൻ ദ ആർക്ക് ദ ഗ്ലോറി വാസ് റെസ്റ്റഡ് ഇൻ ദ ആർക്ക്. മഹത്വം പെട്ടകത്തിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. മഹത്വം പെട്ടകത്തിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. യെഹെസ്കേലിന്റെ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യഹോവയുടെ മഹത്വം കെരൂബുകളുടെ മീതെ വന്ന് നിന്നു എന്ന് പറയുകയാണ്. ഏതാണ് ഈ കെരൂബുകൾ? നമുക്ക് പെട്ടകത്തെ അറിയാം. 2 നീണ്ട തണ്ടുകൾക്ക് നടുവിലായി സ്വർണം കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പെട്ടകം. അഹരോന്റെ തളിർത്ത വടിയും മന്നയിട്ട് വെച്ച പൊൻപാത്രവും നിയമത്തിൻ്റെ 10 നിയമങ്ങൾ 10 കൽപ്പനകൾ നിറഞ്ഞ 2 കൽപ്പലകകളും നിറഞ്ഞ 3 സംഗതികൾ നിറഞ്ഞ 2 കെരൂബുകൾ ചിറക് വിടർത്തി അഭിമുഖമായി നിന്ന് മറച്ചു നിൽക്കുന്ന 4 തോളത്ത് വെക്കാൻ തക്കവണ്ണം 2 നീണ്ട തണ്ടുകൾ നിൽക്കുന്നതായ അടുപ്പ് പണിയായി പണിതെടുത്തിരിക്കുന്ന നിയമപ്പെട്ടകം. ആ നിയമപ്പെട്ടകത്തിൻ്റെ കെരൂബുകൾ ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കുമ്പോൾ ആ കെരൂബുകളുടെ ചിറകിൻ്റെ മീതെ വന്ന് ദൈവത്തിൻ്റെ തേജസ് നിൽക്കുമായിരുന്നു. അതാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൃപാസനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പറയുകയാണ്, ആമേൻ, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനടുത്ത ഭാഗം അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. കെരൂബുകളുടെ തേജസ്സല്ല, തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ തേജസ് വരെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പറയാ, ബാക്കി എന്നെ കൊണ്ട് വിവരിപ്പാൻ, തേജസ്സിനെ വിവരിപ്പാൻ കഴിവില്ല. അപ്പോ ആർക്കിനകത്ത് പെട്ടകത്തിനകത്തൊരു ഗ്ലോറി ഉണ്ടായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇമ്പാർട്ട് ചെയ്യുന്ന ഗ്ലോറിയെ ഞാൻ ഇങ്ങനെ വിളിക്കും, ദ ആർക്ക് ഗ്ലോറി. ദ ആർക്ക് ഗ്ലോറി. എന്താണ് ഈ ആർക്ക് ഗ്ലോറി? ആർക്ക് ഗ്ലോറിയിലേക്ക് വരുവാൻ നമുക്ക് ശമൂവേലിലേക്ക് തന്നെ മടങ്ങിപ്പോകണം. ആമേൻ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ 22-ാം വാക്യത്തിൽ, സ്തോത്രം, ഹോഫ്നിയുടെയും ഫീനഹാസിന്റെയും മരണത്തോടനുബന്ധിച്ച് ഏലിയുടെ മരുമകൾ വിളിച്ചു പറഞ്ഞു, ഈ മഹത്വം പോയി. മഹത്വം പോയി എന്ന് പറഞ്ഞാൽ പെട്ടകം പോയി എന്നാണ് അർത്ഥം. ഫെലിസ്തീനുമായി ഉള്ള യുദ്ധത്തിൽ ഹൊഫ്നിയും ഫീനഹാസും കൊല്ലപ്പെട്ടോ പെട്ടകത്തെ പിടിച്ചുകൊണ്ടുപോയി. അതിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കുന്നില്ല, എനിക്ക് അതിലുപരിയായി പരിശുദ്ധാത്മാവിന് ഇടം കൊടുപ്പാൻ കൊതിയ. സ്തോത്ര. ഇങ്ങനെ പെട്ടകം പിടിച്ചുകൊണ്ട് ഫെലിസ്തീർ പോയി. എന്നിട്ട് അവർ ഈ പെട്ടകം എവിടെ കൊണ്ടുവച്ചെന്നറിയാമോ? ഈ പെട്ടകം അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചോ. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദാഗോന്റെ അരികത്ത് വെച്ചോ. 4-ാം അധ്യായം അവസാനിക്കുന്നത് പെട്ടകം പിടിപെട്ട ചരിത്രം പറഞ്ഞിട്ടാ. ആമേൻ. എന്നാൽ 5-ാം അധ്യായം ആരംഭിക്കുന്നത് പിടിക്കപ്പെട്ട പെട്ടകത്തിന്റെ മഹത്വത്തെ പറഞ്ഞുകൊണ്ടാ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മഹത്വമുള്ളവനെ ചിലപ്പോൾ പിടിച്ചു വെക്കാൻ ശത്രു നോക്കിയേക്കാം. പക്ഷെ അകത്ത് മഹത്വം കിടപ്പുണ്ടെങ്കിൽ ആരുടെ പിഴവ് കൊണ്ട് നിന്നെ പിടിച്ചു കെട്ടിയാലോ, ആരുടെ കൈപ്പിഴവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലോ, പെട്ടക മഹത്വം നിന്റെ മേളിലുണ്ടെങ്കിൽ നിനക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഈ പെട്ടകം പോലെ ചിലരിപ്പുണ്ട്. പെട്ടകം ഫിലിസ്തീർ പിടിച്ചുകൊണ്ട് പോയി. പെട്ടകത്തിന്റെ കുഴപ്പമാണോ? അല്ല. പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചോ? പെട്ടകത്തിന്റെ കുഴപ്പമാണോ? കുഞ്ഞെ, നിന്റെ കുഴപ്പമല്ല. പക്ഷെ ആരുടെയോ കൈപ്പിഴവ് കൊണ്ട്, ആരുടെയോ മടയത്തരം കൊണ്ട്, ആരുടെയോ ബുദ്ധിശൂന്യത കൊണ്ട് ചില തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ വന്നോ. അതാണ് 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത്, ഹൊഫ്നിയും ഫീനഹാസോ പെട്ടകം തിരശീലയ്ക്കകത്ത് അതിവിശുദ്ധ സ്ഥലത്തിരിക്കേണ്ടിയ പെട്ടക ഇപ്പൊ ചോരതെറിക്കുന്ന, ആമേൻ, കലാപം മുഴുക്കുന്ന യുദ്ധക്കളത്തിൽ കൊണ്ടുവച്ചോ. അത് തെറ്റാണ്. പുരോഹിതൻ അത് ചെയ്യരുതായിരുന്നു. പെട്ടകം ഒന്നും പിഴച്ചില്ല. പക്ഷെ പെട്ടകത്തിന് കാവല് നിൽക്കേണ്ടിയവര് പിഴച്ചോ. നിന്നെ സംരക്ഷിക്കേണ്ടിയവർ
സൂക്ഷിക്കേണ്ടിയവർക്ക്, നിന്നെ സൂക്ഷിക്കേണ്ടിയവർക്ക്, നിന്നെ വളർത്തേണ്ടവർക്ക്, നിനക്ക് തക്കതായ കല്യാണാലോചന നടത്തേണ്ടവർക്ക്, നിനക്ക് തക്കതായ വിദ്യാഭ്യാസം നൽകേണ്ടവർക്ക്, നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവർക്ക്, നിനക്ക് വേണ്ടി ഇടപെടേണ്ടവർക്ക്, അവർക്ക് പിഴച്ചു. പക്ഷെ അനുഭവിക്കുന്നതാരാ? നീ ഒരുത്തിയ അനുഭവിക്കുന്നത്. പക്ഷേ ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് പെട്ടകം കൊണ്ടുപോയി. ആമേൻ. ഈ പെട്ടകം ഇപ്പോൾ എവിടെയായിരുന്നു ഇരുന്നതെന്നറിയാമോ? ഏബെനേസറിൽ. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഇരുന്ന ഏബെനേസറിൽ നിന്ന് ഈ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചോ. അതിന്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചോ. ദാഗോന്റെ അരികെ വെച്ചോ. ഇനി നീയോ പെട്ടകമേ, നീയും ദാഗോനും കൂടെ അടുത്തടുത്തിരുന്നോ. ദൈവത്തിന്റെ തിരശീലക്കകത്തിരുന്നവ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനകത്തിരുന്നവ ഇപ്പം ദാഗോന്റെ ഇപ്പുറത്തിരിക്കുക. ദൈവത്തിന് സഹിക്കുമോ? ആമേ. പെട്ടകത്തിന്റെ മഹത്വം പ്രവർത്തിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഫെലിസ്ത്യർ വന്ന് നോക്കിയപ്പോ ദാഗോൻ പറഞ്ഞു, ഇന്നലെ എൻ്റെ കൂടെ കൊണ്ടിരുത്തിയില്ലേ, എനിക്ക് ആ പുള്ളിയുടെ കൂടെ ഇരിക്കാൻ വയ്യ, ഞാനിവിടെ കാണാൻ കിടന്നോളാമേ, ഞാനിവിടെ കാണാൻ കിടന്നോളാമേ. പെട്ടകത്തിനകത്ത് മഹത്വമുള്ളപ്പോ അവന് നിന്റെ കൂടി ഇരിക്കാൻ പറ്റത്തില്ല. അബലഘടകച്ചാരി ഘടകക്ഷരം പ്രൗഢാര അർത്ഥനാദി അസ്തോദിലെ ക്ഷേത്രശക്തികൾ, അസ്തോദിലെ ആഭിചാര ശക്തികൾ, അസ്തോദിലെ മന്ത്രവാദ ശക്തികൾ ഇപ്പോൾ പെട്ടകത്തിനകത്ത മഹത്വം കണ്ട് പറയുക, എനിക്ക് നിന്റെ അടുത്തിരിക്കാൻ വയ്യ, എനിക്ക് നിന്റെ അടുത്തിരിക്കാൻ വയ്യ. ലാർബന സാർഥാനിയ അർത്ഥന പ്രൗഢവർദ്ധനാദിയ അർത്ഥേ. ഓ പരിശുദ്ധാത്മാവ് ഏതാണ്ട് ഭയങ്കര ഇന്ന് ചെയ്യോ. സ്തോത്ര. 2 ഓ സാർഥേനിയ ഓ control the atmosphere. Spirit ruling. ദാഗോൻ പറഞ്ഞു, എനിക്ക് ഇവന്റെ കൂടെ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീണോ. പക്ഷെ പിറ്റേന്ന് വന്ന് ഇവരെല്ലാവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ദാഗോനെ. ആമേൻ. നീ ധൈര്യമായിട്ടിരിക്കും ദാഗോനെ, ഞങ്ങൾ പിടിച്ചോണ്ട് വന്നേല്ലോ ഇവനെ, ഇവൻ കൂടുതലൊന്നും ചെയ്യത്തില്ല. ദാഗോനെ പിടിച്ച് മേളിലിരുത്തി. പിറ്റേന്ന് ദാഗോൻ തന്നെ വീഴുമായിരുന്നില്ല. അവര് വന്നു നോക്കിയപ്പോൾ അവരുടെ ഉമ്മരപ്പടിയെ പിന്നെ കാല് ചവിട്ടാൻ പറ്റാതെ വേണ്ട. ദാഗോന്റെ തലയും ദാഗോന്റെ കൈയും ദാഗോന്റെ കാലും വെട്ടി അവരുടെ ഉമ്മരപ്പടിയിലിട്ടോ. നിന്നെ ദൈവം വിടുവിക്കാൻ ഇറങ്ങിയപ്പോ ചിലര് മല്ലുകെട്ടി നിൽക്കുക. തല മാറുന്നത് കൊണ്ട് സ്തോത്രം, അന്തരീക്ഷം മാറുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് വേറെ ചിലത് ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഉമ്മരപ്പടിയാൽ ഇനി ഒരുത്തനും ചവിട്ടത്തില്ലെന്ന്, ഉമ്മരപ്പടിയാൽ ഒരുത്തനും ചവിട്ടത്തില്ലെന്ന്. ഉമ്മരപ്പടിയെ ചവിട്ടിയാലല്ലേ നൂത്ത് വെക്കത്തുള്ളൂ. ഉമ്മരപ്പടിയെ ഇനി ചവിട്ടിക്കത്തില്ല. ഇപ്പൊ ദാഗോന്റെ ഉടല് മാത്രം കിടപ്പുണ്ട്. ദാഗോന്റെ തല പോയി എന്ന് പറഞ്ഞാൽ ദാഗോന്റെ ബുദ്ധി പോയി. ദാഗോന്റെ കാല് പോയി എന്ന് പറഞ്ഞാൽ ദാഗോന്റെ മൂവ്മെന്റ് പോയി. ദാഗോന്റെ കൈ പോയി. ദാഗോന്റെ ക്രിയാത്മകത പോയി. ദാഗോൻ ഇപ്പോൾ ഒരു ഉടല് മാത്രം കിടപ്പുണ്ട്. എടാ കള്ള മാംസപിണ്ഡമേ, ദൈവത്തിന്റെ മഹത്വം വസിക്കുന്ന അഭിഷക്തന്മാർക്കെതിരെ പൈശാചിക മണ്ഡലമേ, നീ എഴുന്നേറ്റ് നിന്നാൽ അപടപഘട്ടാനി നിന്റെ ബുദ്ധി വെട്ടി, നിന്റെ കൈ വെട്ടി, നിന്റെ കാല് വെട്ടി മാംസപിണ്ഡമായിട്ട് നിന്നെ ഓടിച്ചു കളയുന്ന ദൈവത്തിന്റെ മഹത്വം.
ലഗപ്രഭാരി അർത്ഥനോ ജഗപ്രൗഢ ബാർധനിയ അരഗര ഗടകല ഗടഗട്ടരാരിയ അരബ പ്രഭാരിയ രഗത്തരേദിയ അരബ പ്രഭാരിയ ലഘട്ടനി ലഘട്ടനി അർദ്ധരിബ പ്രഭാരിയ അർദ്ധപ്രബല ഘടക ശവപ്രഭാനി അർദ്ധപ്ലവാന ഘടക ശഗന്ധരാനി അർദ്ധ ലഘ പ്രഭാരി അർദ്ധര ഘടകട ഘടകട ഘടകസാരിയ അർദ്ധരാ ജഗപ്രൗഢ ബാർധനാദിയ. ആമേൻ. പെട്ടകം അസ്തോതി വെച്ച് പൂട്ടാമെന്ന് നോക്കി. പെട്ടകം അസ്തോതി വെച്ച് പൂട്ടാമെന്ന് നോക്കിയപ്പം അസ്തോദിലെ ദേവന് പവർ പോരാ. അപ്പൊ ഫെലിസ്ത്യരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ചോ, അസ്തോദിനകത്ത് പെട്ടകത്തെ ഒതുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇനി എവിടെ ഒതുക്കാ? അപ്പുറത്തിരുന്നോ പറഞ്ഞു ഗത്തിലെ മൂർത്തിക്ക് പവർ കൂടുതലാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ഗത്തിലേക്ക് അങ്ങ് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഗത്തിലേക്ക് പെട്ടകത്തെ കൊണ്ടുവച്ചോ. ഗത്തിലുള്ളവർക്കെല്ലാം പുറത്ത് പറയാൻ പറ്റാത്ത വല്ലാത്ത ഒരു അസുഖം കയറി അങ്ങ് പിടിച്ചോ. അപപ്രഭാല ഘടകശരാതി അർത്ഥപ്രഭാനി കണ്ടോ, പെട്ടകത്തിനകത്തിരിക്കുന്ന മഹത്വം പ്രവർത്തിക്കുന്നത് കണ്ടോ. അപപ്രഭാല ഘടകശവ പ്രൗഢാരിയ അർത്ഥര പ്രഭാരിയ ഘട്ടേനിയ അർത്ഥര കലഘടകര ഘടകശംധാരിയ അർത്ഥര ഘടകടകട പ്രഭാരി. ജീസസ്. ആമേൻ. ഒന്നാമത്തെ കമ്മിറ്റി പറഞ്ഞ് നമുക്ക് എങ്ങോട്ട് വിടാം? ആമേൻ. ഒന്നാമത്തെ കമ്മിറ്റി പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ നൂത്ത് നിർത്താം. രണ്ടാമത്തെ കമ്മിറ്റി പറഞ്ഞോ ആമേൻ അസ്തോദിൽ നിന്ന് ഗത്തിലേക്ക് വിടാ. ഗത്തിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവർക്കും രോഗം. മൂന്നാമത്തെ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞോ ഒരു കാര്യം ചെയ്യാ, ഇവനെ ഒതുക്കണമെങ്കിൽ എക്രോനിലെ ദേവന്റെ അടുക്കൽ കൊണ്ടുപോകണോ. ആമേ. ഇവർ ഈ എക്രോനിലെ ദേവന്റെ അടുക്കലേക്ക് ആ ദൈവത്തിന്റെ പെട്ടകത്തെ ഇട്ട് കണ്ടോ ഇട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ട് തട്ടുക. എക്രോനിലേക്ക് വരുന്നുവെന്ന് കേട്ടതേ ഉള്ളൂ. എക്രോനിൽ വലിയ നിലവിളി ഉണ്ടായി. അയ്യോ ഞങ്ങൾ ചത്തുപോകാൻ പോകുന്നെന്ന് പരിഭ്രമിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അവസാനം ഫെലിസ്ത്യർ ഒരു കാര്യം അറിഞ്ഞോ, മഹത്വം ഇരിക്കുന്ന പെട്ടകത്തെ എനിക്ക് പിടിക്കാൻ കഴിയത്തില്ല. ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി പെട്ടകം അതിന്റെ മേളിൽ വെച്ച് 2 പശുക്കിടാങ്ങളെ പിടിച്ച് അതിനകത്തോട്ട് കെട്ടി പശു കരച്ചിലും തുടങ്ങി. അറബപ്രഭാരിയ അർത്ഥനപ്രഭാരിയ ഇന്നു പകൽ ദ ആർക്ക് ഗ്ലോറി പെട്ടക മഹത്വം ഇതിനകത്ത് ചിലരുടെ മേൽ ദൈവം റിലീസ് ചെയ്യുക. വല്ലാതെ നിനക്കെതിരെ ഉയരുന്ന ചില അന്യാരാധനാ ശക്തികൾ, ചില ദുർദേവി മൂർത്തി ശക്തികൾ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആ പദം വ്യക്തമായിട്ട് എന്നോട് പറയുന്നു. ചില മൂർത്തി ശക്തികൾ ഇന്നു പകൽ ഇതിനകത്ത് നിന്നോട്, നിന്റെ ബിസിനസിനോട്, നിന്റെ പരിശുദ്ധാത്മാവ് ഷാർപ്പായിട്ട് ചിലരെ തൊടാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഷാർപ്പായിട്ട് ചിലരെ തൊടാൻ പോകുന്നു. The glory rested in the ark. പെട്ടകത്തിന്മേൽ നിന്ന മഹത്വം, പെട്ടകത്തിന്മേൽ നിന്ന മഹത്വം, പെട്ടകത്തിന്മേൽ നിന്ന മഹത്വം. അലഗജന രഗജന അർത്ഥന പ്രവാചിയ അടലഘടക പ്രഭാരിയ അർത്ഥനോ ശക പ്രഭാലി ഏലക സ്യാരാജനാദി. പെട്ടകത്തിന്മേൽ നിന്ന മഹത്വം, പെട്ടകത്തിന്മേൽ നിന്ന മഹത്വം ഇതിനകത്ത് ചിലരുടെ മേൽ സ്വർഗം റിലീസ് ചെയ്യുകയാണ്. The glory rested in the ark. ചില ദാഗോന്റെ തല, അവന്റെ കൈ, അവന്റെ കാലുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അരിഞ്ഞു തള്ളുകയാ. ഇന്ന് പകൽ എവിടെയൊക്കെ മൂർത്തി ശക്തികൾ, ആഭിചാര ശക്തികൾ ദൈവജനത്തിനെതിരെ വടം കെട്ടി നിൽക്കുന്നോ ആ വീടുകളിലേക്ക്, ആ വ്യക്തികളിലേക്ക്, ആ വിഷയങ്ങളിലേക്ക് ഞാൻ ആ ഇമ്പാർട്ടേഷനെ കൽപ്പിക്കുന്നു. The glory impartation. ചില ദേശാധിപതികളുടെ വെല്ലുവിളികളെ ഞാൻ കൽപ്പിക്കുന്നു ദൈവിക അധികാരത്തിൽ. വാടാവളിയെ തേജസ്സിന്റെ കെരൂബുകൾ, the glory
അർത്ഥന ബടാനവ പ്രമാണി. ഇതാ ചിലരുടെ മേൽ ഭയങ്കര ഷാർപ്പായി ദൈവത്തിന്റെ ഗ്ലോറി റിലീസ് ചെയ്യുന്നു. ആർക്ക് ഗ്ലോറി? നീ ഒരു ഈഗോബോധല്ല, നീ പെട്ടകത്തിന്റെ മഹത്വമാ. Holy Spirit, Holy Spirit, dark glory, dark glory. ഇതാ നിന്റെ ശരീരത്തിന്, നിന്റെ വലങ്കയെ ബാധിച്ചിരുന്ന ആ തളർച്ച വിട്ടുപോകുന്നു. നിന്റെ വലങ്കയെ പിടിച്ചു കെട്ടി, നിന്റെ കൈ ഉയരാതെ വേണോ പിടിച്ചു കെട്ടിയ പോർ, നിന്റെ വലത്തു ഭാഗം തളർത്തിക്കളയുവാൻ വെച്ചു കെട്ടിയ ദുരാത്മാവ് ഇന്ന് മകൾ അഴിയട്ടെ. മസിലുകൾ അസ്ഥികളുമായി ബന്ധപ്പെട്ട പൈശാചിക ദാഗോന്യ അധികാരങ്ങളുടെ മേൽ, എക്രോന്യ ശക്തികളുടെ മേൽ, അസ്തോദ്യ ബലങ്ങളുടെ മേൽ, ഗത്തിലെ ദുരാത്മാക്കളുടെ മേൽ ഇന്ന് പകൽ I impart the glory of God. Glory, glory, glory. പെട്ടകത്തിന്റെ മഹത്വം വർക്ക് ചെയ്യട്ടെ. എന്റെ സഹോദരങ്ങളെ, അമ്മേ, പെട്ടകത്തിനകത്തിരുന്ന മഹത്വം, പെട്ടകത്തിനകത്ത് മഹത്വമുള്ളിടത്തോളം ഈ പെട്ടകത്തെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. അമ്മേ, അസ്തോദിലെ ക്ഷേത്രത്തിലോ ഗത്തിലെ ക്ഷേത്രത്തിലോ എക്രോനിലെ മൂർത്തിക്കോ ഇതിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചില മൂർത്തി ശക്തികൾ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ചില രഹസ്യ രോഗങ്ങൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ക്ലീൻ ചെയ്ത് വിടാൻ പോവുക. നിന്റെ HB കൗണ്ട് മാറും. നിന്റെ HB കൗണ്ടിനെ പോലും ബാധിക്കത്തക്കവണ്ണം നിന്റെ ശരീരത്തെ വല്ലാതെ ഒരു അരിഷ്ടതയിൽ കൊണ്ടുപോയ ആ വല്ലാത്ത രോഗത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദാഗോന്യ അധികാരത്തെ, അസ്തോദ്യ പ്രതിഷ്ഠയെ Holy Spirit. Yes. Amen. Next. Lakatania rakatuni me karabakashatiri turatana santana katania. Holy Spirit. എന്റെ സഹോദരങ്ങളെ, ആർക്കിനകത്ത്, പെട്ടകത്തിനകത്ത് ഒരു ഗ്ലോറി ഉണ്ട്. ആ ഗ്ലോറി ഇരിക്കുന്നിടത്തോളം അസ്തോദിലെ ദാഗോനും ഗത്തിലെ ദേവനും എക്രോനിലെ മൂർത്തിക്കും അവനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. പിടിച്ചു വെച്ചവൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാവോ? പുതിയ വണ്ടി എടുത്ത്, ആമേൻ, പശുക്കളെ കെട്ടി, പുതിയ വണ്ടിയും പുതിയ പശുക്കളെയും കയറ്റി ഇതിനെ പറഞ്ഞു വിടുകയാണ്. ആമേൻ. ആ പശുക്കൾക്കറിയാം ഇതിനെ എവിടെയാ കൊണ്ടു കൊടുക്കേണ്ടതെന്ന്. പശുക്കൾക്കറിയാം ഇതിനെ എവിടെയാ കൊണ്ടു കൊടുക്കേണ്ടതെന്ന്. കാരണം പെട്ടകത്തിൻ്റെ മേളിലിരിക്കുന്ന മഹത്വം ഈ പശുക്കളുടെ അടുക്ക പറയാൻ തുടങ്ങി. റൂട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് പകൽക്കാല ആമേൻ, നിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് ഏത് മരപ്പൊട്ടനാണെങ്കിലോ അവന്റെ മുകളിൽ ദൈവം കയറി ഇടപെടോ. നിന്നെ കൊണ്ടെത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കോ. അപ്രഭര പ്രഭാനിയ. പശുവിന് യെരൂശലേമിലേക്കുള്ള വഴി അറിയാമോ? പശുവിന് വഴി അറിയാമോ? പക്ഷേ വഴിയറിയാത്ത പശുവിനെ കടിഞ്ഞാൻ പിടിച്ച് പെട്ടകത്തിനകത്ത മഹത്വം അവന്റെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഗ്ലോറി, പെട്ടകത്തിന്റെ മഹത്വം കുഞ്ഞെ, നിന്റെ ഡെസ്റ്റിനേഷനുമായി സ്വർഗം നിന്നെ ഇന്ന് പകൽ കണക്ട് ആക്കുന്നു. ഭയങ്കര ഉറപ്പോടുകൂടെ ഞാനൊരു ദൂത് കൈമാറുകയാണ്. നിന്റെ ഡെസ്റ്റിനേഷന്റെ ബ്ലോക്കേഡ് മാറുകയാ. നിനക്ക് നിന്റെ ഡെസ്റ്റിനേഷനുമായിട്ട് കണക്ട് ആകാൻ കഴിയുന്നില്ല. നിനക്ക് നിന്റെ ഡെസ്റ്റിനേഷനുമായി കണക്ട് ആകാൻ കഴിയുന്നില്ല. വല്ലാതെ നിന്നെ ഡെസ്റ്റിനേഷൻ ബ്ലോക്ക് ചെയ്യുക. നിന്റെ യഥാർത്ഥ നിയോഗത്തിലേക്ക്, നിന്റെ യഥാർത്ഥ ആ പവറിലേക്ക് നിന്നെ കണക്ട് ചെയ്യാതെ
ഡെസ്റ്റിനേഷൻ ബ്ലോക്കേഡ് ഇന്ന് പകൽക്കാല പെട്ടക മഹത്വ ദ ആർക്ക് ഗ്ലോറി നിന്റെ മേൽ റിലീസ് ആവുകയോ. പശു ഓടിച്ചാല്, കാള ഓടിച്ചാല്, കഴുത ഓടിച്ചാല് പെട്ടകൻ ചെല്ലേണ്ടിടത്ത് ചെല്ലോ. കാരണം പെട്ടകത്തിന്റെ മേൽ ഒരു ഗ്ലോറി ഉണ്ട്. തലമുറകളുടെ ഭാവിയുടെ മേൽ ഞാൻ ദൈവിക അധികാരത്തിൽ ശുശ്രൂഷിക്കുന്നു. തലമുറകളുടെ ഡെസ്റ്റിനേഷന്റെ മേൽ ഞാൻ ദൈവിക അധികാരത്തിൽ മുദ്രയിടുന്നു. കുഞ്ഞാടിന്റെ രക്തം ചൊല്ലി ഏലിയ പ്രൊഫഷണൽ ഡെസ്റ്റിനേഷൻ, സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻ. യെസ്, രാജ്യം 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 ദൈവ റൂട്ട് പിടിച്ച് നൂല് പിടിച്ച് അളവുനൂൽ നിനക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, നിനക്ക് നല്ലൊരു അവകാശം. പെട്ടകം ഇരിക്കുന്നത് ഇപ്പോ ബോധമില്ലാത്ത പശുവിന്റെ മേല. പക്ഷേ പെട്ടകം ചെല്ലേണ്ടിടത്ത് ചെല്ലോ. കാരണം പെട്ടകം ഇരിക്കുന്നത് എവിടെയെന്നല്ല, പെട്ടകത്തിന്റെ മേൽ ഒരു ഗ്ലോറി. തടയാമെങ്കിൽ തടയണം പിശാചേ, തടയാമെങ്കിൽ പെട്ടകത്തെ തടയണം. പെട്ടകത്തെ തടയാമെങ്കിൽ നീ തട. പെട്ടകത്തെ പിടിക്കാമെങ്കിൽ നീ പിടിച്ചോ. അബലപര ഘട്ടാനി അർബലക പടകചാരി അർത്ഥപ്രവര അരമാനഗദ അപരാധഗദ രഗദഗരഗദ. ആമേ. കരഞ്ഞോണ്ടോടുന്ന പശുവിന്റെ അപ്പുറത്തുനിന്ന് കയറ്റി ബലമുള്ള കാളയുടെ മേളിൽ കയറ്റി വെച്ചാലും നിന്നെ കാളപ്പുറത്ത് വെക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ വലിച്ചോണ്ട് പോകാമെന്ന് വല്ല കാളയും വിചാരിച്ചാൽ കാളയ്ക്ക് വിരളം പിടിക്കുമെന്ന്. പെട്ടകത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏത് കാളയാണ് ലോകത്തുള്ള? വേറെ ഒരു ബുദ്ധിമാൻ വന്നേക്കുക. അപ്പൊ പെട്ടകത്തെ പിടിക്കാൻ സമ്മതിക്കത്തില്ല ദൈവം. മഹത്വം നിന്റെ മേളിൽ കിടക്കുന്നിടത്തോളം ഒരുത്തനും പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മഹത്വം നിന്റെ മേളിൽ നിൽക്കുന്നിടത്തോളം ഒരുത്തനും കാളെ കെട്ടി വലിക്കാൻ നിന്നിച്ച കാള നടക്കുമോ? മിടുക്കന്മാര് കയറി പിടിക്കാമെന്ന് നിന്നിച്ച രാജാവിന് പോലും ഭയമായി. രാജാവിന് പോലും ഭയമായി. ഈ പെട്ടകത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി ഈ പെട്ടകത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീ ചിന്തിക്കുന്ന പോലെ വണ്ടി കെട്ടി പെട്ടകത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. നീ ചിന്തിക്കുന്ന പോലെ കാളപ്പുറത്ത് പെട്ടകത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. കാരണം ഇതിനകത്തൊരു മഹത്വം കിടക്കുക. കാരണം ഇതിനകത്തൊരു ഗ്ലോറി കിടക്കുക. കാരണം നിന്റെ മേൽ ഒരു അഭിഷേകം, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്.
പുറമേ നീ പ്രിവിലേജ്ഡാ, പുറമേ നീ പ്രിവിലേജ്ഡാ, പക്ഷെ നിന്റെ ചങ്ക് പിളർന്നിരിക്കുന്നത് ദൈവത്തിന് അറിയാമെന്നേ. നിനക്ക് വിരോധമായി ഉരുവാകുന്ന ഒരായുധവും ഫലിക്കയില്ല. യോർദാനിനപ്പുറം ഒരു കനാൻ വെളിപ്പെട്ടതുപോലെ നിന്റെ ലൈഫിന്റെ ഒരു സെർട്ടനിറ്റിയിലുള്ള ഒരു ക്രോസിംഗ് പോയിന്റിലേക്ക് നീ അടുക്കുക. യു ആർ റീച്ചിങ് ടു എ ക്രോസിംഗ് പോയിന്റ്. യു ആർ റീച്ചിങ് ടു എ ക്രോസിംഗ് പോയിന്റ് ലൈക്ക് ജോർദാൻ. And you shall inherit the land of Canaan, and the wilderness shall be a memory only. കാളപ്പുറത്ത് നിന്റെ നാട്ടിലെ വല്ല ദൈവങ്ങളെ കൊണ്ടുപോക്കും. കാളപ്പുറത്തും ആനപ്പുറത്തും നിന്റെ നാട്ടിലെ വല്ല ദൈവങ്ങളെ കൊണ്ടുപോക്കോ. ഇത് മഹത്വം ഇരിക്കുന്ന പെട്ടകവാ. കാളയുടെയും പശുവിന്റെയും പുറത്ത് കെട്ടി എഴുന്നള്ളിക്കാൻ നടക്കത്തില്ല സാത്താനെ, നടക്കത്തില്ല സാത്താനെ. നീയല്ല നിന്റെ ഏത് വലിയ പൂപ്പം മൂർത്തി വന്നാലും ഞങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ മഹത്വം കിടക്കുന്നിടത്തോളം ഇതാ പരിശുദ്ധാത്മാവ് രണ്ടുപേരുടെ മേൽ ആ ആർക്ക് ഗ്ലോറി റിലീസ് ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനോട് രണ്ടുപേരെന്ന് പറയുന്നു, രണ്ടുപേരെന്ന് പറയുന്നു. രണ്ടുപേരുടെ മേൽ ഭയങ്കര ഷാർപ്പായിട്ട്, 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 ഷാർപ്പായിട്ട് ആഭിചാരത്തിന്റെ കെട്ടഴിയുന്നു. മന്ത്രവാദിയുടെ മൂർത്തിബലം രഗലഘട ഗജനിഘട ചാരധരി അടലമന ചാരവ പ്രവാർത്ഥനാദി അരസ്യ. ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ് ഇമ്പാർട്ടേഷനിലേക്ക് കയറുക. ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ് ഇമ്പാർട്ടേഷനിലേക്ക് കയറുക. റോമാലേഖനം 8-ാം അധ്യായം. ഇരിക്കേണ്ടി ഒരു ഇരുന്നോ, നിൽക്കേണ്ടി ഒരു നിന്നോ. ഒറ്റ മിനിറ്റ് വാക്യം പറയത്തേ ഉള്ളൂ, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. റോമർ 8:20. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യ. ദൈവമക്കളുടെ തേജസ് എന്തുവാ? ദൈവമക്കളുടെ തേജസ് എന്തുവാ? പറഞ്ഞ ദൈവമക്കളുടെ തേജസ് എന്തുവാ? ദൈവമക്കളുടെ തേജസ് എന്തുവാ? അത് സ്വാതന്ത്ര്യമാ. ദൈവമക്കളുടെ തേജസ് എന്തുവാ? അത് സ്വാതന്ത്ര്യമാ. Thy glory is thy liberty. നിന്റെ ഗ്ലോറി, നിന്റെ തേജസ്, നിന്റെ ഗ്ലോറി, നിന്റെ തേജസ്, നിന്റെ സ്വാതന്ത്ര്യമാ. ഇന്ന് പകൽ ഇതിനകത്ത് അഴിയുക. നിന്നെ കെട്ടി വരിഞ്ഞ്, നിന്റെ തലമുറകളെ കെട്ടി വരിഞ്ഞ്, നിന്റെ കുടുംബത്തെ കെട്ടി വരിഞ്ഞ്, നിന്റെ ശരീരത്തെ കെട്ടി വരിഞ്ഞ്, നിന്റെ അർത്ഥബലച്ചിനി മറാച്ചന പ്രബോധിയ അർക്കന മഹസില കേജിയ അർത്ഥന മഹർഷ പ്രബാലിയ അർക്കല കഠാനി ഖരംദനാദിയ അർത്ഥ പ്രവചല പഠാന പട്ടല പട്ടന കട്ടട്ടട്ടട്ടട്ടട്ട അർത്ഥമന കഠാനിയ. അടുത്ത തേജസ്സുകൾ വൈകിട്ട് പറയാം, പക്ഷെ ഇന്ന് പകൽക്കാല നിന്റെ അവസ്ഥ അറിഞ്ഞ് ദൈവ ഒരു ഗ്ലോറി ഇതിനകത്ത് റിലീസ് ചെയ്യുക, ഒരു ഗ്ലോറി ഇതിനകത്ത് ഇമ്പാർട്ട് ചെയ്യുക. പുത്രന്മാരുടെ മേൽ, പുത്രിമാരുടെ മേൽ, അമ്മമാരുടെ മേൽ, പിതാക്കന്മാരുടെ മേൽ, യൗവനക്കാരുടെ മേൽ, വൃദ്ധരുടെ മേൽ